നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ആക്ഷൻ സിനിമകളോട് കിടപിടിക്കുന്ന ട്വിസ്റ്റും സസ്പെൻസുമായാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മാപിനിയിൽ ഈ ജനവിധി സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങൾ ഏറെയായിരിക്കും. കോൺഗ്രസ് ടിക്കറ്റിൽ ഷാഫി പറമ്പിൽ 3 തവണ ജയിച്ച മണ്ഡലത്തിൽ വടകരയിൽ ജയിച്ച ഷാഫി MP ആയതിനെ തുടർന്നാണ് ഇടക്കാല തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. വിവിധ ഏജൻസിയുമായി ചേർന്ന് BBC ന്യൂസ് ചാനൽ നടത്തിയ റാൻഡം ഫീൽഡ് സർവേയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉദാഹരണങ്ങളിലൊന്നായി എടുത്തു കാണിക്കാൻ സാധിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. സംസ്ഥാനത്ത് UDFും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലം. 4 പതിറ്റാണ്ടിലധികമായി BJPക്ക് 10% വോട്ടുള്ള മണ്ഡലം. CPMനെ 3-ാം സ്ഥാനത്തേക്ക് തുടർച്ചയായി 2 തവണ താഴ്ന്ന വോട്ടർമാരുടെ മണ്ഡലം. ഷാഫി പറമ്പിൽ എന്ന യുവനേതാവിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് CPMൽ നിന്ന് കോൺഗ്രസ് തിരിച്ചുപിടിച്ച മണ്ഡലം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് പാലക്കാടിന്. രാഹുൽ മാങ്കുട്ടത്തെയാണ് കോൺഗ്രസ് പാലക്കാടൻ കോട്ട പിടിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത്. BJP സീനിയർ നേതാവ് C കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയപ്പോൾ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു വന്ന ഡോക്ടർ P സരിനെയാണ് LDF സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ച് രാഹുൽ മാങ്കുട്ടത്തിൽ ഇവിടെ ഉജ്ജ്വല വിജയം നേടുമെന്നാണ് BBC സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമതെത്തിയ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനേക്കാളും 10% വോട്ടിന്റെ മിന്നുന്ന ലീഡാണ് രാഹുൽ മാങ്കുട്ടത്തിനുള്ളത്. കുറഞ്ഞത് 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ യുവ നേതാവ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് സർവേ സൂചിപ്പിക്കുന്നത്. പതിവ് പോലെ ഇവിടെ CPM 3-ാം സ്ഥാനത്തേക്കാണ്. പക്ഷേ കൃഷ്ണകുമാറിന്റെ തൊട്ടുപിറകെ തന്നെ ഡോക്ടർ സരിൻ ഓടിയെത്തുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ BJPക്ക് വോട്ട് കുറയാനുള്ള സാധ്യതയാണ് BBC സർവേയിൽ കാണുന്നത്. പടലപ്പിണക്കങ്ങളും വിമത നീക്കങ്ങളും പാർട്ടിക്ക് പാരയായിട്ടുണ്ട്. സന്ദീപ് വാര്യർ വിട്ടുനിൽക്കുന്നത് പാലക്കാട് BJPയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ എന്ന സർവേയുടെ അനുബന്ധ ചോദ്യത്തിന് 65% വോട്ടർമാരും അതെ എന്നാണ് ഉത്തരം പറഞ്ഞത്. അതുപോലെ തന്നെ പാലക്കാട്ട് ഹോട്ടലിൽ കോൺഗ്രസ് വനിതാ നേതാക്കളുടെ നേരെ അടക്കമുണ്ടായ പാതിരാ റെയ്ഡും പ്രശ്നങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. 60% പേരും ഇത് ഒരു ഇലക്ഷൻ വിഷയമായി മാറിയെന്ന് പറയുന്നു. ഫലത്തിൽ പാതിരാ റെയ്ഡ് ഇടതുമുന്നണിക്കും BJPക്കും ദോഷം ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ മെട്രോമാൻ എന്ന നിലയിൽ ഈ ശ്രീധരനുണ്ടായിരുന്നതുപോലെയുള്ള ഒരു ഇമേജ് കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നു. ഈ തവണ BJPയിലും പാളയത്തിൽ പടയാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി അവർ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ ഗ്രാമീണ മേഖലയിൽ അവർക്ക് വോട്ടുകൾ ഏറെയുണ്ട്. ഡോക്ടർ സരിനെ മുൻനിർത്തി അവർ ഒരു പരീക്ഷണമാണ് നടത്തിയത്. പക്ഷേ BBC സർവേ പ്രകാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ LDFന് വോട്ട് കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ സർവേ പ്രകാരം 28% വോട്ടുള്ള BJPയുടെ തൊട്ടടുത്ത് 26% വോട്ടുള്ള LDF സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ട് എന്നത് ഇടത് ക്യാമ്പിനെ ആശ്വസിക്കാവുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങളിലെ വോട്ട് ഷിഫ്റ്റ് ശക്തമായാൽ ഡോക്ടർ സരിൻ കൃഷ്ണകുമാറിനെ പിന്തള്ളി 2-ാം സ്ഥാനത്തെത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഇടതിന് വോട്ട് ചെയ്യണം, എന്തിനു വോട്ട് ചെയ്യണം? കേരളത്തിലില്ലാത്ത BJPയെ വളർത്തുവാൻ വേണ്ടി. വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ, സേവന സന്നദ്ധരായ 40-ലേറെ ജീവനക്കാർ. മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 9072303443 9072303443.